വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ മാഗി എഗ് മസാലയാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മാഗി എഗ് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ 2 പാക്കറ്റ് മാഗി നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാഗി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മാഗി നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മാഗി വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ എഗ് മസാല റെഡി ആവണം. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ ആ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 പാക്കറ്റ് മാഗി നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 പാക്കറ്റ് മസാലയുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി നമുക്ക് എഗ് മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് എഗ്ഗ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർക്കണം. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയും മുട്ടയും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പൊടിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് പൊടിഞ്ഞു വരണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മുട്ട നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് മസാലയും മാഗി നൂഡിൽസും എല്ലാം ഓൾറെഡി കുക്കായതാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാഗി എഗ് മസാല നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിലേക്ക് എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾക്കത് ഇഷ്ടമാവുകയും ചെയ്യും.
റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.